ആരിഫ് ഹുസൈൻ തിരുവോത്ത്. അദ്ദേഹത്തിന്റെ ഒരു പ്രാവർത്തിക മേഖല എല്ലാവർക്കും കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അദ്ദേഹം ഒരു യൂട്യൂബറാണ്. അതോടൊപ്പം തന്നെ എസൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട്, ആ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് യുക്തിവാദം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള വിശകലനങ്ങൾ, മതപരമായിട്ടുള്ള വിഷയങ്ങൾ, ഒട്ടുമിക്ക സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് രാഷ്ട്രീയത്തെ കുറിച്ച്, അതായത് ഈ വ്യക്തി ഇടപെടുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘപരിവാരമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ യുക്തിവാദവും അതുപോലെ തന്നെ ഈ എസൻസ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനവും നമ്മൾക്ക് കേരളത്തിലുള്ള ജനാധിപത്യ മതേതരവാദികൾക്ക് സംശയത്തിന്റെ നിലനിൽക്കുന്ന ഒരു തലം കൂടിയുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു ആരിഫ് ഹുസൈൻ അൻസാരി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കാണാനിടയായി 2 ദിവസം മുമ്പ്. അപ്പോ ആ വീഡിയോ ഞാൻ കാണുന്നത് നമ്മളൊരു സുഹൃത്ത് അയച്ചു തന്നെയാണ് ലിങ്ക്. രാജ്യത്തെ ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ ആ ഒരു വീഡിയോയിൽ എനിക്കും പേഴ്സണലി ചില കാര്യങ്ങളോട് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹപ്പെട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഫോൺ സംഭാഷണം വഴിയുള്ള മിക്ക വീഡിയോസുമാണ് അയാൾ ഷെയർ ചെയ്യാറുള്ളത്. അതായത് അദ്ദേഹത്തിനെ വിളിക്കുന്ന വ്യക്തികളുടെ മറുപടി കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫോൺ സംഭാഷണമാണ് ഇദ്ദേഹം മിക്ക വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു പക്ഷേ ചിലപ്പോ ഇദ്ദേഹം മനഃപൂർവ്വം ആരെയും കൊണ്ട് വിളിക്കുന്നതാണോ അതൊന്നും നമുക്ക് ക്ലാരിറ്റി ഇല്ല. എന്ത് തന്നെയായാലും ആ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഇദ്ദേഹം അറിയുന്ന ആൾക്കാരാണ് എന്നാണ്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതിലുപരി ഇദ്ദേഹം മറുപടി കൊടുക്കുന്ന ആ ഫോൺ വിളിക്കുന്നവർ, അവരെന്ന് പറയുന്നത് ഒരു സംശയത്തിന്റെ പേരിലാണ് ഇവരെ വിളിക്കുന്നത്, ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആളെ വിളിക്കുന്നത്. അപ്പൊ വേടനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോ വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരും ആ ഗ്യാങ്ങിലുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. അപ്പൊ കൂടുതലും ഈ വേടനുമായിട്ടുള്ള നിലവിലെ പ്രശ്നം മാത്രമല്ല, അതിനിടയിലേക്ക് ദളിത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിനെ, ആശയത്തെ വളരെയധികം ഒരു കോമഡി രൂപത്തിൽ മറുപടി പറയുകയും അത് ഹാസ്യം ആക്കുന്ന രീതിയിലേക്ക് അത് പോകുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പോ ഒരു പക്ഷേ ഈ സംഘപരിവാർ ചായ്വുള്ള ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനവും അവർക്ക് സ്വയമേ ചില തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ദളിത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദളിത് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് യാതൊരു പ്രയോജനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് യാതൊരു പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള മറുപടി ആ വീഡിയോ ഒന്ന് ക്ലാരിറ്റി ചെയ്യുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു കോയ കോളിംഗ്. ആരിഫ് ബ്രോ, ഞാനിവിടെ തർക്കിക്കണായിരുന്നു. ആരുമായിട്ട്? എന്റെ ഫ്രണ്ട്സ് ആയിട്ട്. എന്തിന് ബ്രോ? ഞാൻ വേടന്റെ കാര്യം ഞാൻ പറഞ്ഞു. വേടന്റെ ഈ സാധനം ഇടപെട്ട് ഇപ്പൊ പുലിപ്പല്ലിലുള്ള അയാള് ഇപ്പൊ നടത്തണത്. ഞാൻ സാധനത്തിന്റെ ഇടപെട്ട് ഒരാള് ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുന്ന രീതി നോക്കിയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് കേരളത്തിൽ ഇങ്ങനെ ഭാഷ എവിടെ ഏത് ജില്ലയിലായി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ അഥവാ ഇങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ജില്ലയിൽ ഇങ്ങനെ ഭാഷയുണ്ടോ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. എന്റെ സാധനം അവിടെ ഇത് മറ്റേ കഞ്ചാവ് ഒഴിവാക്കിയില്ല, കഞ്ചാവിന് കേസും ജാമ്യം കിട്ടി. അപ്പൊ പുലിപ്പല്ലിലാണ് പുള്ളി പോണത്. അപ്പൊ ഇവരുടെ ഇതെല്ലാവരും പറയണത് മോഹൻലാലിനാണ്. അപ്പൊ അയാള് സവർണൻ. ഞാൻ ഒരു ജാതിയിലും ഒരു ഇതിലും ഞാൻ വിശ്വസിക്കാറില്ല. എന്തായാലും തലമുണ്ടാകേണ്ടി വന്നില്ല. ഇവൻ പറഞ്ഞിട്ട് എന്തായാലും ഒരു ക്ലൂ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കഞ്ചാവ് വേടൻ, ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഈ കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ തലയിൽ കൂടെ ഇപ്പൊ കിളി പറഞ്ഞതിന്റെ എന്തോ ഭാഷയുടെ ഇത് കേരളത്തിന് തന്നെ നാണക്കേടാണല്ലോ ഇത്. ദയവ് ചെയ്ത് പല RS-കാരനാണെന്നുണ്ടെങ്കിൽ, RS-ആണെന്നാ തോന്നുന്നു, ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ശാഖയിൽ പോയി മലയാള ഭാഷയെങ്കിലും സംസാരിക്കാൻ പഠിക്കും. അല്ലെങ്കിൽ ആൾക്കാർ തല്ലിക്കൊന്നുകളെ.
പക്ഷെ ഞാൻ പറയുമ്പോ ഇനിയിപ്പോ ഇവരുടെ ഇടയിൽ ഞാൻ പറയുമ്പോ ഞാൻ ഒരു താമസിക്കാരനാണ്, പക്ഷെ ഞാൻ അതിലൊന്നും വിശ്വസിക്കാറില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഞാൻ മറുപടി ചോദിക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ നാളെ ഇപ്പൊ ഒരു പശുപ്പല്ലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഒപ്പം നിക്കുമെന്ന് ഞാൻ ചോദിക്കുമ്പോ ഇമാര് ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല. ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണ്, പക്ഷെ ഞാനത് സമ്മതിച്ചു തരത്തില്ല. എനിക്കതിലൊന്നും വിശ്വാസമില്ല. അത് കണക്ക് തന്നെ ഞാനൊരു പശുപ്പല്ലുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാരാരും മൈൻഡ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തുമില്ല. നിനക്ക് പിന്നെ എന്തോ അറിയാം. പ്രശ്നമില്ല, പുലിപ്പല്ല് വെച്ചാലേ പ്രശ്നമുള്ളൂ. പശുപ്പല്ല് പ്രശ്നമൊന്നുമില്ല, എൻഡേഞ്ചേർഡ് സ്പീഷീസ് അല്ലല്ലോ. അല്ല, ഉത്തർപ്രദേശിൽ പശുവിന്റെ പേരിൽ ഒടുവിൽ കൊല ചെയ്യപ്പെട്ട കാസിമിന്റെ കുടുംബം കടുത്ത ഭീതിയിൽ. മർദ്ദനത്തിൽ അവശനായ കാസിം അവസാനമായി വെള്ളം ചോദിച്ചിട്ട് പോലും അക്രമികൾ നൽകിയില്ലെന്ന് മകൾ നിസ മനോരമ ന്യൂസിനോട് പറഞ്ഞു. പോലീസ് അകമ്പടിയുടെ ഒരു സംഘം ആളുകൾ കാസിമിനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ യോഗി ആദിത്യനാഥ് സർക്കാർ വൻ പ്രതിരോധത്തിലായി. സംഭവത്തിൽ മാപ്പ് പറഞ്ഞ ഉത്തർപ്രദേശ് പോലീസ് 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. കന്നുകാലി കച്ചവടക്കാരനായ കാസിം തിങ്കളാഴ്ച രാവിലെയാണ് കാപ്പൂരിലെ പിൽഖുയ ഗ്രാമത്തിലേക്ക് കന്നുകാലികളെ വാങ്ങാനായി പോയത്. പിന്നീട് വീട്ടുകാരെ അറിയുന്നത് കാസിം കൊല ചെയ്യപ്പെട്ട വിവരം. പശുവിനെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ച് ദണ്ഡുകളുമായി എത്തിയ സംഘം കാസിമിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. വസ്ത്രങ്ങൾ വലിച്ചു കീറി, വയലിലൂടെ വലിച്ചിഴച്ചു. അവശനായ കാസിമിന് വെള്ളം നൽകാൻ നാട്ടുകാരിൽ ചിലർ ശ്രമിച്ചെങ്കിലും അക്രമികൾ അവരെ അസഭ്യം പറഞ്ഞു ഓടിച്ചു. പശുവിന്റെ പല്ല് കേരളത്തിൽ കുഴപ്പമില്ല, പക്ഷെ അതും പറഞ്ഞുകൊണ്ട് അതും കേട്ടോണ്ട് UP, ബീഹാർ, രാജസ്ഥാൻ പോലെയുള്ള മാന്യ സംഘമിത്രങ്ങളുടെ സംസ്ഥാനത്ത് പോയി നിന്ന് ഞെളിഞ്ഞു കഴിഞ്ഞാൽ അവര് വാരി എടുത്ത് ഭിത്തിയിലടിക്കും. പക്ഷെ ഞാൻ പറയണേക്ക് ഇവന്മാരുടെ വിചാരം ഇയാള്, ഞാൻ പറഞ്ഞു എടാ ഈ ജാതീയത എന്ന് പറയണത് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ ജാതീയതയില് കുറെ ആക്ടിവിസ്റ്റുകൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ കുറെ ദളിതന്മാരെ ഇപ്പൊ പൊക്കത്തേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നത് നടക്കുന്ന കുറെ ദളിത് ആക്ടിവിസ്റ്റ് ഉണ്ട്. ഇവന്മാരാണ് ശരിക്കും ഈ ദളിതന്മാരെ പറ്റിക്കണം. നിങ്ങളൊരു ദളിതനാണോ? ബുദ്ധി വേണോടാ. എനിക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കല്ല, പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ നടക്കണം. ആണ് നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങളെ അവര് പറ്റിച്ചു? എങ്ങനെയാണ് പറ്റിക്കണത് അതൊന്ന് പറഞ്ഞുതരൂ. നമ്മളുടെ ഇത് കേൾക്കുന്ന ദളിതന്മാര്, ദളിത് ആക്ടിവിസ്റ്റുകളൊന്നും അറിയാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബോസ് അരിബായി പറയൂ സമയങ്ങളിൽ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ട് ഒരാള് സംസാരിക്കും. പള്ളികളുണ്ടെങ്കിൽ തടുക്കണ ഈരിക്കാരൻ ജോസിന് എത്തിപ്പെട്ടില്ല ആരുമില്ലേ? ഈരിക്കാരൻ ജോസ് ഞങ്ങൾക്ക് ഇതാണ് ഞാൻ സംസാരിക്കണുള്ളൂ. പറയൂ വിഷയം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കാം. അതൊന്നും വേണ്ട, ഒരാള് സംസാരിക്കാം. നമുക്ക് നിങ്ങളിത് പറയൂ. നിങ്ങൾ എങ്ങനെയാണ് ഈ ജാതിവാദികൾ, ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ നിങ്ങളെ പറ്റിച്ച എങ്ങനെയാന്ന് പറയാം. അല്ല ഇവര് മറ്റേ ദളിതനെ ഇപ്പൊ പൊക്കത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ദളിതനെ പൊക്കത്തേക്ക് കൊണ്ടുവന്നല്ലോ. ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലേ? ആരും കൊണ്ടുവന്നേക്കണത്? ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, അതായത് സംഘപരിവാറിന്റെ ഒരു തെറ്റിദ്ധാരണ, അതായത് ഓരോ സംഘപരിവാറിനെയും അംഗങ്ങളെയും പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ദലിതർ അല്ലെങ്കിൽ ദലിത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പോകുന്ന ഒരു ഐഡിയോളജി, അത് ജ്യോതിറാവു ഫൂലെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആണത് തുടക്കം കുറിക്കുന്നത്. ദലിത് എന്ന പദം പോലും ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സിനിമ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസ് ആയിട്ടുണ്ട്. ആ സിനിമയെ സംബന്ധിച്ചും ചെറിയ രീതിയിലുള്ള വിവാദങ്ങളും നടന്നു. അതിനകത്ത് സംഘപരിവാർ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടുന്നതിന് ശേഷം ആ പടത്തിൽ നിന്ന് കുറച്ച് രംഗങ്ങൾ കട്ട് ചെയ്യാൻ ഇടവരുണ്ടായി. അതായത് എമ്പുരാൻ സംഭവിച്ചിട്ടുള്ള അതേ അവസ്ഥ ജ്യോതിറാവ് ഫൂലെയുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് സംഘപരിവാറിന്റെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞാൽ ദലിത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവർക്ക് പ്രശ്നം തന്നെയാണ്. അല്ലാതെ ഇന്ത്യയിൽ അവര് പ്രത്യക്ഷത്തിൽ അത് അവർ പറയുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമാണ്. ഒരു കാരണവശാലും ദലിത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അംഗീകരിക്കാനോ അതിനെ വളർത്തിയെടുക്കാനോ ഒരു കാരണവശാലും സംഘപരിവാർ സമ്മതിക്കത്തില്ല. അവരതിന് കഴിയില്ല. കാരണം ദലിത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതൊരു
സംസ്കാരവും അതൊരു പാരമ്പര്യവും അതൊരു ജനതയെ ഉൾക്കൊള്ളുന്ന ഒരു വേർഡാണത്. അതായത് അതിനെ പിൻപറ്റിയാണ് അംബേദ്കർ പിന്നീട് ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അവകാശങ്ങൾ പോലും, അതായത് സംവരണം പോലെയുള്ള എല്ലാവിധ നിയമവ്യവസ്ഥകളും കൊണ്ടുവരുന്നത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ദളിത് എന്ന് പറയുന്നത് ഒരു ഒരു കൂട്ടം വലിയ ഒരു സമൂഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആശയം തന്നെയാണ്. ഈ ആശയം അന്ന് തുടങ്ങിയ ഇന്ന് വരെ പരിശോധിച്ചു കഴിഞ്ഞാൽ അംബേദ്കറിന് ശേഷം നമ്മുടെ കാൻഷിറാം ആയാലും മായാവതി ആയാലും അതിനെ പിൻപറ്റി ഓരോ നേതാക്കള് ഓരോ വർഷവും വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ആ ഒരു അവസ്ഥ കാണാതെ വെറുതെ ജാതിവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒതുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു രീതി സംഘപരിവാർ കൃത്യമായിട്ട് ഓരോ RSSകാരനെയും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഈ ഫോണിൽ സംസാരിക്കുന്ന ഈ പയ്യൻ പോലും എന്താണെന്ന് പോലും അറിയില്ല, ദളിത് എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. നമ്മൾ ഒരു കാരണവശാലും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയോ ഐക്യത്തെയോ തകർക്കുന്ന ഒന്നും തന്നെ നമ്മൾ ഫോളോ ചെയ്യാറില്ല. കൃത്യമായും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചും അതിന്റെ നിയമ വശങ്ങളെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് തന്നെയാണ് ഓരോ അംബേദ്കറായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന വേടൻ വന്ന് നിൽക്കുന്ന ഒരു തലം പോലും. വേടൻ പരസ്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒരു CPM അനുഭാവ രാഷ്ട്രീയമല്ല വേടന്റേത്. വേടന്റെ കല അല്ലെങ്കിൽ വേടന്റെ പാട്ടുകൾ അവന്റെ സ്വയം സൃഷ്ടിയാണ്. അവന് ആ ഒരു ഏരിയ, ആ ഒരു തലത്തിൽ നിന്ന് മാറിപ്പോകാൻ അവന് സാധിക്കുകയുമില്ല. അവന് മറ്റുള്ള ഒരു കലാപരമായിട്ടുള്ള മറ്റൊന്നിനും അവന് ശ്രദ്ധയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തോട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, വേടൻ പോലും അംബേദ്കറിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് തന്നെയാണ് വളർന്നു വന്നത്. അത് ഒരു കാരണവശാലും അത് ഇവിടെയുള്ള ഒരു വേടനെ നേരിട്ടറിയുന്ന ഒരാൾക്കും അത് ഖണ്ഡിക്കാൻ കഴിയില്ല എന്ന് കരുതി അദ്ദേഹം അംബേദ്കറിസത്തിനുള്ളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്നില്ല. അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും ആശയത്തെയും പിൻപറ്റിയാണ് ഇന്ന് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന വേടൻ പോലും നിൽക്കുന്നത്. അതുപോലെ തമിഴ് സിനിമ ഇൻഡസ്ട്രി മുഴുവനും ഏകദേശം അംബേദ്കറിസവുമായിട്ട് ബന്ധപ്പെട്ട് പടർന്ന് പന്തലിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജെസി കുത്തന്നൂരായാലും ഡോക്ടർ ബിജു ആയാലും അങ്ങനെയുള്ള അനവധി കലാ മേഖലകളിലേക്കൊക്കെ അംബേദ്കറിസം വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പറയൂ, അല്ല ഞാൻ എന്റെ ഇതിൽ പറയണത്, ഞാൻ പറയുന്നത് ഇതുവരെ കൊണ്ടുവന്നല്ലോ ബ്രോ പറ. ദളിത് ആക്ടിവിസ്റ്റിന് പൊക്കത്തെ കൂടെ ഒരു ദളിതനെ പറ ബ്രോ. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. അപ്പൊ അതല്ലേ ഞാനും പറയണത്. ഒരു പക്ഷേ RSS അനുഭാവിയായിട്ടുള്ള ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് കേരളത്തിലെ ദളിതർ ഇവിടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നില്ല എന്നൊരു ചോദ്യം. ഇവിടുത്തെ താഴെത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗം, അതായത് ദളിതർ മുന്നോട്ട് വയ്ക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവിടുത്തെ ജാതി സംഘടനകളായാലും ദളിത് സംഘടനകളായാലും അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും പൊയ്യലപ്പച്ചനെയും ഒക്കെ പോലെയുള്ള മഹാരഥന്മാരെ ഫോളോ ചെയ്തു വരുന്ന ഒരു ജനത തന്നെയാണ്. അവർ എന്ന് ഈ കേരളം പിറവി കൊണ്ടോ അല്ലെങ്കിൽ എന്ന് ഇവിടെ ജാതീയത കുടികുത്തി വാഴുന്നുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെയും ജാതിക്ക് അതീതമായി ചിന്തിച്ച് തന്നെയാണ് ഈ കേരളം വളർന്നുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു ദളിത് മുന്നേറ്റം കേരളത്തിന് ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദളിത് രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരാത്തത്. കാരണം ഈ കേരള മണ്ണിൽ തന്നെ ദളിത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അടിത്തട്ടിൽ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇത് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ലാതെ പോയതിന്റെ കാരണം എന്ന് പറയുന്നത്, കേരളം വളർന്നു വന്നത് കീഴ്ത്തട്ടിൽ നിന്നും, അതായത് അയ്യങ്കാളിയെ പോലെയുള്ള പൊയ്കയിലപ്പച്ചനെ പോലെയുള്ള സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭനെ പോലെയുള്ള അങ്ങനെയുള്ള കുറേയധികം നവോത്ഥാന നേതാക്കളിൽ നിന്നാണ് കേരളം ഉയർന്നു വരുന്നത്. അപ്പൊ നേരെ മറിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെയുള്ള മിക്ക സാമൂഹിക നവോത്ഥാനം, ഒരു സമൂഹത്തിന്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മസമാജം പോലെയുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് അവിടെ സമൂഹം ഉയർന്നു വന്നത്. അവിടുത്തെ നാട് ഡെവലപ്ഡ് ആകുന്നത്, സാമൂഹികമായ മാറ്റം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകമായിട്ട് ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ദളിത് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഇനി ഒരു നേതാവ് ഇവിടെ ജനിക്കേണ്ട ആവശ്യമില്ല.
കാരണം കേരളം കണ്ട ഏറ്റവും വലിയ കർഷക വിപ്ലവം ഈ കേരളത്തിൽ നടത്തിയത് ഒരു ദളിത് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പഠിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൽ ഊന്നിയുള്ള ഇപ്പൊ ജ്യോതിറാവ് പൂലെ ആയാലും ബാബാ സാഹേബ് അംബേദ്കർ പോലെ ആയാലും അങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ ഒരു പിൻബലത്തിലല്ല അന്ന് അയ്യങ്കാളി കേരളത്തില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ചതും കർഷക വിപ്ലവം നടത്തിയതും കല്ലുമാല സമരം നടത്തിയതും ഇതൊക്കെ തന്നെ ഇവിടെ അടിയുറച്ച ഒരു വിശ്വാസവും ഒരു രാഷ്ട്രീയവും കേരളത്തിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ദളിത് മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യമേ അപ്രസക്തമാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തന്നെയാ? എന്റെ അഭിപ്രായം അപ്പൊ നിങ്ങൾക്ക് റിസർവേഷൻ വേണ്ടേ? എനിക്ക് റിസർവേഷൻ കിട്ടണം. ഞാൻ പറയണ റിസർവേഷൻ എന്നുള്ളത് ഇപ്പൊ എന്റെ ഒരു കസിൻ ഉണ്ടാവും, അയാള് ഗവൺമെന്റ് ജോലിക്കാരനാണ്, അയാളുടെ വൈഫും ഗവൺമെന്റ് ജോലിക്കാരനാണ്. അയാളുടെ മകന് ആ റിസർവേഷൻ കിട്ടണതിനോട് എനിക്കൊരു യോജിപ്പില്ല. മനസ്സിലായോ? മനസ്സിലായി. ആ, അതാണ് നിങ്ങൾ പറയുന്നത്. അതാണ് ഞാൻ പറയണത്. പക്ഷെ ദളിത് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മകനായാലും ശരി, അവൻ റെപ്രസെന്റ് ചെയ്യുന്ന സമൂഹം ഒരു അധസ്ഥിത സമൂഹമാണെന്നല്ലേ പറയുന്നത്. അവര് പണ്ട് ഒരുമാതിരി മറ്റേ വിക്ടിംകാർഡ് ഇസ്ലാം ഇറക്കണ പോലത്തെ ഒരു മൂഡല്ലേ ഇതിപ്പോ പറയണത്. വേടനെ എന്തിന് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അറിയത്തില്ല, വേടൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയത്തില്ല, വേടൻ കഞ്ചാവ് വലിക്കുകയാണോ അതോ വിൽക്കുകയാണോ ചെയ്തതെന്ന് അറിയത്തില്ല. പുലിപ്പല്ല് പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയത്തില്ല. അത് അല്ലെങ്കിൽ തന്നെ ദളിത് സമൂഹം അവനെ രക്ഷിക്കാൻ പോവുകയോ ഇല്ലയോ എന്നുള്ളത് അവന് സംശയമാണ്. അതിനൊപ്പം ഇന്ത്യയിൽ ജാതി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, ജാതി പീഡനമില്ല, ജാതി കൊലപാതകങ്ങളില്ല. അതുപോലെ തന്നെ ജാതിയുടെ പേരിൽ ഇന്ത്യയിലെ ഏതൊരു ദളിതനെയും മാറ്റി നിർത്തുന്നില്ല. ഇവിടുത്തെ ക്ഷേത്രങ്ങളിലായാലും, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ദേവസ്വം ബോർഡ് തൊഴിലിടങ്ങളിൽ ദളിതരെ അകറ്റി നിർത്തുന്നില്ല, അവർ കൃത്യമായിട്ടുള്ള തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ദളിതർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സർക്കാർ തൊഴിലിടങ്ങളിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അപ്പൊ ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ജീവിക്കുന്ന ഒരേ ഒരു വിഭാഗം ഇന്ത്യയിലെ ദളിതർ മാത്രമാണ്. ഇത്രയും വലിയ അറിവൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ രോമാഞ്ചം ഉണ്ടാകുന്നു. ഇങ്ങനെയും നമ്മളെ സമൂഹം ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജില്ലയും അല്ലെങ്കിൽ ഏത് പഞ്ചായത്താണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കാലേ വീണ് നമസ്കരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഏറ്റവും മനസ്സിന് കുളിർമയേകുന്ന സംസാരവും അഭിപ്രായവും ഒക്കെ കേൾക്കുമ്പോഴേ നമുക്കൊന്നും പറയാനില്ല ഇതിനെ കുറിച്ച്. എനിക്കങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്? അല്ല, ഈ ഫൽഗാം നിങ്ങൾ ഏതെങ്കിലും ദളിത് ആക്ടിവിസ്റ്റുകളുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തിനാണ് അത്? നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ കിട്ടിയിട്ടില്ല? നമുക്ക് അവരുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കാരും ഒന്നും ചെയ്തു തന്നെയില്ല, ഒന്നുമില്ല. ഒരാൾ പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ല. നിങ്ങളുടെ, ഞാൻ ചോദിക്കണുണ്ടെന്ന് വിചാരിക്കരുത്, ഇപ്പോ ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും നിങ്ങളുടെ മുകളിലുള്ള ദളിത് വിഭാഗങ്ങൾ അടിച്ചു മാറ്റുന്നു എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ടോ? അങ്ങനെ എനിക്കില്ല. ഇല്ല. നമ്മുടെ ഇതിൽ കിട്ടിയത് കുറെ ആൾക്കാർ പറയണ നിങ്ങൾ കോളിൽ ശ്രദ്ധിക്കൂ. പോലീസ് അവന്റെ ഇത് ഹാങ് ആയതാണ്. നമ്മുടെ കിട്ടിക്കണത് എന്താന്ന് വെച്ചാൽ കൊറേ പേര് ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒരു സംഭവം നടന്നായിരുന്നു. എന്റെ ഒരു അകന്ന റിലേഷനിൽ പുള്ളിക്കാരി ഒരു നമ്മളേന്ന് താന്ന് ജാതിക്കാരനെ സ്നേഹിച്ചു. എന്നിട്ട് അവരുടെ വീട്ടുകാർ പറയണത് നടത്തിക്കൂല, അവര് നമ്മളേന്ന് താങ്ങാന്നുള്ള മൂടാണ്. എങ്ങനെയുണ്ട്? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. ഇപ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമായത് ഇവനും ഇവന്റെ തന്തയും ഇവന്റെ കുടുംബവും ഇവന്റെ മൊത്തത്തിൽ RS തന്നെയാണ്. യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ അവ ഇങ്ങനെ മാറ്റി പറയത്തില്ല. അവരാണല്ലോ ഈ RS ആണല്ലോ നാക്കെടുത്താണോ പറഞ്ഞ് ആളെ പൊട്ടറാക്കി. എന്നാ ഇവന്മാര് ലോക പൊട്ടന്മാരാ. അവൻ ആദ്യം എന്താ പറഞ്ഞ അവന് ജാതിയില്ല, അവൻ ജാതിയിലൊന്നും വിശ്വസിക്കത്തില്ല. ജാതി നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. ആ പോങ്ങൻ തന്നെയാണ് ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത്.
അവന്റെ കുടുംബത്തെക്കാളും താഴ്ന്ന കുടുംബത്തിലുള്ളവരാണ് അപ്പം ആലോചിച്ച പെണ്ണിന്റെ വീട്ടുകാരെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പാഴ് ജന്മങ്ങളാണ് ദളിത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പിക്കൊണ്ടിരിക്കുന്നവരെ പഠിപ്പിക്കാൻ വരുന്നത്. ഇതാണ് ഉണ്ടായത്. പിന്നെ ഇത് ശോകമല്ലേ? വളരെ ശോകമാണ്. ഇതാ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതി ബോധം എന്ന് പറയുന്നത് താഴ്ന്ന ജാതികളുടെ ഇടയിൽ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് റിസർവേഷൻ തീർക്കുമെന്ന് ബ്രോ പറ. റിസർവേഷൻ ഇത് തീർക്കാൻ വേണ്ടിട്ട് അല്ല എന്നാണല്ലോ അവര് തന്നെ പറയുന്നത്. അതെ അതെ അതെ, അംബേദ്കർ തന്നെ പറഞ്ഞേക്കണതാണ്. പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ അംബേദ്കറിസ്റ്റുകൾ പറയണത് അങ്ങനെയല്ല. എന്താ പറയണത്? സണ്ണിയെ കപ്പിക്കാടൊക്കെ പറയണ കേട്ടി അയാളെ ചെക്കലടിച്ച് 2 കൊടുക്കാന്നോ? ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെക്കാളും സാമ്പത്തികമായി മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന മറ്റു വിഭാഗത്തിൽ അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സാമുദായിക സംവരണം നിർത്തലാക്കിക്കൊണ്ട് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണം എന്ന വാദത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിപ്പോൾ ഈ സംവരണം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പദ്ധതിയല്ലത്. ദാരിദ്ര്യമുള്ള കുട്ടികളെയും ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവരെയും പഠിപ്പിക്കാനോ അവർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു പദ്ധതിയല്ല സംവരണം. സംവരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്ന തുടർച്ചയിൽ ഒറ്റ കാര്യമുള്ളൂ. ഇവിടുന്ന് 50 പേരെ തിരഞ്ഞെടുക്കണം പുറത്തേക്ക്, അതിലൊരു 5 പേര് പട്ടികക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഈ സംവരണത്തിൻ്റെ ഒരു ലോജിക്ക്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ 50 എണ്ണത്തിൽ ഒരു പട്ടികക്കാരും കാണിയല്ല. പക്ഷെ തൂക്കാനാ പോകുന്നെങ്കിൽ 45 പേരും കാണും. പക്ഷെ ആദരിക്കപ്പെടാനാ പോകുന്നെങ്കിൽ ആരും കാണില്ല. ഇത് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഈ ഉപസംവരണവാദവും ഫലത്തിലതാ ചെയ്യും. ഈ ജാതികൾക്കിടയിലുള്ള വൈരുദ്ധ്യത്തെ മൂർച്ഛിപ്പിക്കുക അവർ ചെയ്യും. ഇത് കോടതിക്ക് പറയാൻ അവകാശമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പൗരന്മാരെന്ന നിലയിൽ ആദ്യം പറയുന്നത്. നമുക്ക് ജോലി കിട്ടുമല്ലോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇന്ത്യയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ജാതീയമായ അനുഭവങ്ങളുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ കംപ്ലൈൻറ്റ് ബുക്ക് സൂക്ഷിക്കണമെന്നാണ് നിയമം. എന്തിനാ? ജോലി കിട്ടിയ ജാതി പ്രശ്നം പരിഹരിക്കുകയും എന്തിനാണ് നീ ഓഫീസിൽ രജിസ്റ്റർ സൂക്ഷിക്കുന്നത്? നിങ്ങളൊരു ദളിതനെ ഇങ്ങനെ അപമാനിക്കരുത്. ഒരു ദളിത് പോരാളിയാണ് പുള്ളി. തൊട്ട് പോരാളിയാണ് എന്റെ ബ്രോ. ബ്രോ, എനിക്ക് ജാതി ഇല്ല ബ്രോ, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല ബ്രോ. പക്ഷെ കല്യാണം കഴിക്കാൻ നേരത്ത് എനിക്ക് ജാതി വേണം ബ്രോ. എന്നിട്ട് ഈ ഗുരു എല്ലാം കൊണ്ടുവന്ന് ദളിത് സംഘടനകളുടെയും ദളിത് ആക്ടിവിസ്റ്റുകളുടെയും തലയിൽ കൊണ്ടുവന്ന് ഇടുകയാണ് ബ്രോ. അതിന്റെ കൂടെ അംബേദ്കറിനെ ഒന്ന് വിളിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറയാണ് കണ്ണിന്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ സണ്ണിയും കപ്പിക്കാടിനെ കയറിയും ഉണ്ടാക്കുമെന്ന്. ഇവിടെ കേരളത്തില് പരസ്യമായിട്ട് ആലപ്പുഴയാണോ പത്തനംതിട്ട അതെനിക്ക് കൺഫേം അല്ല, പരസ്യമായിട്ട് ശബരിമല വിഷയം വന്നപ്പോൾ വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ് സണ്ണിയും കപ്പിക്കാട്. നട റോഡിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചതാണ്. ആ നട റോഡിൽ എന്തായാലും RSS ഉണ്ടാവുമല്ലോ, BJP അനുഭാവികളും ഉണ്ടാവുമല്ലോ. ഈ ഇരുന്ന് വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റെയൊക്കെ മാവനും കൊച്ചപ്പി എല്ലാരും അടങ്ങുന്നതാണ് ഈ പാർട്ടി. എന്ത് തൊടാഞ്ഞത്? സണ്ണിയും കപ്പിക്കാടിനെയൊക്കെ ഒന്ന് അനുസരിപ്പിക്കാൻ നോക്ക്. ഹലോ, നിങ്ങളുടെ കൂടെയുള്ള ആളും നിങ്ങളെ പോലെ തന്നെയാണോ? നിങ്ങളുടെ സെയിം വിഭാഗത്തിൽപ്പെട്ടുള്ള ആളാണോ? അതെ 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 അതെ. നിങ്ങളെക്കാൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണോ? അല്ല, നിങ്ങളാണോ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആള്? അങ്ങനെ എനിക്ക് ഞാൻ പറയാനില്ല. ഇതാണ് നമ്മുടെ പയ്യൻ നമോഭാഗം. നീ എന്തുട്ടാ എല്ലാരും നോക്കിക്കണേ? എന്നാ ഫോണൊന്ന് കൊടുത്തേ, ഒന്ന് ചോദിക്കട്ടെ. ഞാൻ കൊടുക്കാം. വേടനെ സപ്പോർട്ട് ചെയ്യണം. നീ ഫ്രണ്ടിലോട്ട് വരും ബ്രോ. വരും ബ്രോ. ഹലോ. എന്തിനാ നിങ്ങൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്? വേടൻ കഞ്ചാവ് വെച്ചാൽ അതൊരു പ്രശ്നം തന്നെയല്ലേ? അത് തെറ്റാണ്. നമ്മ ഉദ്ദേശം വെച്ചാല് നമ്മള് തെറ്റാണ് പക്ഷേ പറഞ്ഞൊരു സാധനം ആ ഒരു കേസിൽ പിടിച്ചിട്ട് പിന്നെ അതിന്റെ പുറമെ വേറെ കേസിൽ ഉണ്ടാക്കി എടുക്കരുത്. അതവിടെ തെളിയിക്കട്ടെ. നിലവിലത്തെ നിയമപ്രകാരം അല്ല, ഇതിനു മുമ്പും നല്ല ഈ മീഡിയ സപ്പോർട്ടുള്ള എല്ലാ ടീംസും ഈ പുലിപ്പല്ല് വെച്ച് കുറെ പേര് നടന്നിട്ടുണ്ട്. ആരാണ്? സുരേഷ് ഗോപി. അല്ല, നമുക്ക് കണ്ണിലിപ്പോ എല്ലാരും അറിഞ്ഞു കിട്ടിയാണ് സുരേഷ് ഗോപിയാണ്. ഓക്കെ, സുരേഷ് ഗോപി അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വേടനെ വെറുതെ വിടണമെന്നാണ് അപ്പൊ നിങ്ങൾ പറയുന്നത്? വേണ്ട, അതല്ല. ഇതിപ്പോ വേടനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ലോക്കാക്കാൻ വേണ്ടി ചെയ്തല്ലേ ശരിക്കും സംഭവം. സാധനം ഇപ്പൊ അവന്റെ കയ്യിൽ നിൽക്കുന്നത് പുലിപ്പല്ലാണെങ്കിലും ശരിക്കും അവന്റെ ലോക്കാക്കാൻ വേണ്ടി
ചെയ്ത പരിപാടിയല്ലേ ഇത്? ശരി, ഇനി സംഭവം അവന്റെ കയ്യിൽ കിട്ടിയത് പുലിപ്പല്ലാണ്, സമ്മതിച്ച് നമ്മള് സമ്മതിച്ചത് പുലിപ്പല്ലാണ്. കേൾക്കൂ. ഇനി എന്താ ഉണ്ടാവാൻ പോണേ നിങ്ങളൊന്ന് പറഞ്ഞിട്ടെ. ഇപ്പൊ നിയമപരമായിട്ട് ചിലപ്പോ അവൻ അകത്ത് പോവായിരിക്കും. നിയമപരമായിട്ട് അകത്ത് പോവാനും കുഴപ്പമില്ല. നിയമപരമായിട്ട് ഇപ്പൊ ഇതിപ്പോ പൊങ്ങി വന്ന എന്താ വെച്ചാല് വേടന്റെ കയ്യിൽ നിന്നിട്ട് ചോദിച്ചതിന് ഉത്തരം പറയൂ. അപ്പൊ ഫോൺ കോളിൽ രണ്ടാമത് വന്ന വ്യക്തിയാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ആദ്യം സംസാരിച്ച ആള് വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. രണ്ടാമത് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ആദ്യം കഞ്ചാവ് കേസെന്നും പറഞ്ഞ് ചെല്ലുന്നു പോലീസ്, അതിൽ കൊടുക്കാൻ പറ്റിയില്ല. രണ്ടാമത് പുലിപ്പല്ലെന്നും പറഞ്ഞ് ചെല്ലുന്നു, അതിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല വനംവകുപ്പിന്. അതിന്റെ പേരിലുള്ള എല്ലാ വിമർശനങ്ങളും വനംവകുപ്പും സർക്കാരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടാമത് ഇപ്പൊ സംസാരിക്കുന്ന പയ്യൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരിഫ് ഹുസൈൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇപ്പൊ ഈ രണ്ടാമത് സംസാരിക്കുന്ന പയ്യൻ പറയുന്നുണ്ട്, ഇവിടെ സുരേഷ് ഗോപി പുലിപ്പല്ല് ഇട്ടുകൊണ്ട് കേരളം മൊത്തവും എത്രയോ വർഷമായിട്ട് നടക്കുന്നുണ്ട്, ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു വനംവകുപ്പിനോ ചെക്കിങ്ങിനോ അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് വന്നിട്ടില്ല. എന്ത് തന്നെ ആവട്ടെ, പക്ഷെ നിലവിലിപ്പം പുലിപ്പല്ലെന്ന് പറയുന്ന ഒരു പേരിൽ വേടനെ അകത്തിടുമ്പോൾ അത് കരുതി കൂട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഈ പയ്യനും പറയുന്നത്. ഇത് പയ്യൻ മാത്രമല്ല, കേരളം ഒന്നാകെ പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇവനെ അകത്താക്കുക അല്ലെങ്കിൽ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് കേരളം മൊത്തവും വേടനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറയുന്നത് ഇപ്പം ഈ ഞാനായാലും ശരി, ഞാൻ പറയുന്നു നിയമലംഘനം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നടപ്പാക്കാൻ സാധ്യമല്ല, നടപ്പാക്കാൻ സമ്മതിക്കത്തുള്ളൂ കേരളത്തിൽ. അഥവാ നിങ്ങൾക്ക് ഇത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ സംഘപരിവാറായിട്ടുള്ള ആർഎസ്എസ്കാരായിട്ടുള്ള BJP അനുഭാവികളായ നിങ്ങൾക്ക് ഓരോ നാടിന് കൃത്യമായിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് നിയമം നടപ്പാക്കണമെങ്കിൽ UP, ബീഹാർ, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾ അധീനതയിൽ തന്നെയാണല്ലോ, അവിടെ നിങ്ങൾ നടപ്പാക്കുക. കേരളത്തിൽ ഒരു ഇരട്ട നീതി ഈ കേരളം സമ്മതിക്കത്തില്ല എന്ന് തീർത്ത് പറയുകയാണ്.